നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമയ്ക്കൊരു ആപത്ത് വന്നപ്പോ ശാലിനി ഇളയ മോളെ നമ്മളെ ഏൽപ്പിച്ച് മൂത്ത മോളെ നോക്കാൻ പോയി നിൽക്കുന്നു. അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. അങ്ങനെ എനിക്ക് കാണാൻ പറ്റൂ. അല്ലാതെ ഗോപാലേട്ടനെ പോലെ ആൺകുഞ്ഞിനെ കൊതിച്ച് പെൺകുഞ്ഞുണ്ടായപ്പോ ഭാരമായി കരുതുന്നവർക്കേ അത് മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ ജീവിതം കരഞ്ഞു തീർക്കത്തേ ഉള്ളൂ. അത് പിന്നെ സ്ത്രീകളുടെ കയ്യില് സ്നേഹം മനസ്സിലാക്കി കൊടുക്കാനുള്ള ദിവ്യയന്ത്രമൊന്നും ഇല്ലെന്ന് പറ. ആഗ്രഹിക്കുന്ന ഒരു കുടുംബം വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ മനസ്സിൽ ഒളിപ്പിച്ച ഇഷ്ടമൊക്കെ പുറത്ത് കാണിക്കണം. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. പിന്നെ ഉള്ളിലുള്ള സംശയങ്ങളില്ലേ അതും. ഇതിപ്പോ അമ്മയെ പേടിച്ച് ജീവിതകാലം മുഴുവൻ കഴിയാനാണ് ഭാവമെങ്കിൽ ചുമച്ചും കുറച്ചും കഴിയേണ്ട സമയത്ത് ഒരു കൈ സഹായത്തിന് ഒരാളും ഉണ്ടാവില്ലെന്ന് അങ്ങോട്ട് പറ. ഇതുപോലെ പച്ച വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞേക്കണം. ഫോൺ എന്നാ പിന്നെ വിളിക്കാനോ? ആ ഫാമിലിയോട് കലഹങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ. ഇല്ലേ മൂത്ത് നിറച്ച് കുഴി പോകുമ്പോ സങ്കടപ്പെടേണ്ടി വരും. എനിക്ക് കൈ കഴിക്കുന്നുണ്ട്. എന്താ? കൈ വേദനിക്കുന്നുണ്ടെന്ന്. അത് മനസ്സിൽ കൊണ്ടത് കയ്യിലേക്ക് ഇറങ്ങിയതാ. ശരിയാനോ? അപ്പൊ എത്രയും പെട്ടെന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക. കഴിഞ്ഞു. ഫോണ് കട്ട് ചെയ്തെന്ന്. ഓ നേരം പോക്കാവാം, പക്ഷെ അത് മറ്റുള്ളവരുടെ വേദന കണ്ടിട്ടാവരുത് കേട്ടാ. അല്ലെങ്കിൽ എന്നും ഇയാൾ അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഇപ്പം മത്സരിക്കുന്നതേ സ്വന്തം നേരിനോടാണെന്നുള്ള ഓർമ്മ വേണം. നീ വിഷ്ണു, സത്യം ഇങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണുട്ടൻ ചെല്ല്. മോള് സ്കൂളിൽ പോവാൻ റെഡിയായോ? എന്റെ തങ്കക്കുട ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ. അല്ല, ഇതാരായി മുടി കെട്ടി തന്നേ? ഇതിന്റെ നനവ് മാറിയിട്ടില്ലല്ലോ. ഇന്ന് ശാന്തേച്ചിയാ. സാധാരണ എന്നും അമ്മ എനിക്ക് മുടി കെട്ടി തരുന്നേ. ഇന്നിപ്പോ അമ്മയില്ലല്ലോ, അതുകൊണ്ടാ. മോളുടെ അമ്മ എവിടാ പോയെന്ന് മോക്കറിയോ? അറിയാലോ, അമ്മ ജോലിക്കാര്യത്തിനായിട്ട് ഗോവയ്ക്ക് പോയതല്ലേ. മോളോട് ആരാ പറഞ്ഞത് അമ്മ ജോലിക്കാര്യത്തിനായിട്ട് ഗോവയിലേക്കാ പോയെന്ന്? അമ്മ തന്നെ. അമ്മ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞതാണല്ലോ ഗോവയിലാണെന്ന്. ഓ, അത് ശരി. അല്ല, അമ്മയുടെ ജോലി എന്താണെന്നറിയോ മോക്ക്? അറിയാം, അമ്മ ജില്ലാ കളക്ടർ അല്ലേ. പക്ഷെ ഇത് ആരോടും പറയണ്ട, ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാ മതിയെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നേ. ശരി, ആയിക്കോട്ടെ. ഈ ഗവൺമെന്റ് ജോലിക്കാര് നുണ പറയാൻ പാടുണ്ടോ? പറ മോള്, പറ. ഇല്ല. ആ, നന്നായി. ആട്ടെ, നുണ പറയുന്നവരെ മോക്ക് ഇഷ്ടമാണോ അതോ ഇഷ്ടമല്ലേ? ഏയ്, നുണ പറയുന്ന ആരെയും സത്യമോക്ക് ഇഷ്ടമല്ല. അത് തെറ്റാ. അമ്മ അത് എന്നെ അങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നേ. ആ, അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ സത്യമോള് മോളുടെ അമ്മയെ ഇഷ്ടമല്ല എന്ന് പറയണം. അവള് പറയുന്നതേ ഗോപാലേട്ട എന്തൊക്കെയാ കുട്ടിയോട് പറയുന്നത്? മലയാളം എന്നാ മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് പറയേണ്ടത് കുഞ്ഞുങ്ങളോടല്ല,
അതിന് ഉത്തരവാദിത്തപ്പെട്ട മുതിർന്നവരോട്. ശാന്തേ, നീ മോളെ കൊണ്ട് പോവാൻ നോക്ക്. വാ. ടാറ്റാ. ടാറ്റാ. ഏതായാലും ഇത് കുറച്ച് മോശമായി പോയി. സ്വന്തം കുഞ്ഞിനോടാണോ അമ്മമാരുടെ കുറ്റവും കുറവും ഒക്കെ പറയുന്നത്? ഞാൻ പിന്നെ എന്തു പറയണമായിരുന്നു ശാരദ? നീ പറ. ലോകത്തുള്ള മുഴുവൻ നുണയെ അക്കോട്ട് നിരത്തി കഥയും തിരക്കഥയും ഒരുക്കി നാടകവും ബാലയും കളിച്ചോണ്ടിരിക്കുന്ന നിന്റെ മോക്ക് സൽസ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണോ? നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ സമയമില്ലാതെ പണ്ടേ നടതള്ളി ആ വീട്ടില് നാണമില്ലാതെ ചെന്ന് കിടക്കുന്നവരെ കുറിച്ച് സ്തുതിഗീതം ചൊല്ലണോ ഞാൻ? നീ എന്നെ പറ, കേക്കട്ടെ. ഓഹ്, എനിക്കൊന്നും പറയാനില്ല. പറയേണ്ടതെല്ലാം ഗോപാലേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അത് മതി. പക്ഷെ ഒന്ന് മാത്രം ഓർത്തോ, ശാലിനി മറ്റൊരിടത്ത് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നമ്മളുണ്ടെന്നുള്ള ഒരൊറ്റ വിശ്വാസം കൊണ്ടാ. കുട്ടിക്കാലത്ത് ഞാൻ അവളെ നോക്കിയതുപോലെ അവളുടെ മോളെയും നമ്മൾ നോക്കൂന്ന് അവക്കറിയാം. പിന്നെ ഗോപാലേട്ടൻ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ശാലിനി പോയി നിൽക്കുന്നത് ശ്യാമയുടെ അടുത്താണെന്നുള്ളതാ. പ്രായം കൂടുതലാണെങ്കിലും ശ്യാമയും ശാലിനിക്ക് സത്യമോളെ പോലെ തന്നെയാ. ശ്യാമയ്ക്കൊരു ആപത്ത് വന്നപ്പോ ശാലിനി ഇളയ മോളെ നമ്മളെ ഏൽപ്പിച്ച് മൂത്ത മോളെ നോക്കാൻ പോയി നിൽക്കുന്നു. അങ്ങനെയേ ഞാൻ കരുതുന്നുള്ളൂ. അങ്ങനെ എനിക്ക് കാണാൻ പറ്റൂ. അല്ലാതെ ഗോപാലേട്ടനെ പോലെ ആൺകുഞ്ഞിനെ കൊതിച്ച് പെൺകുഞ്ഞുണ്ടായപ്പോ ഭാരമായി കരുതുന്നവർക്കേ അത് മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും. ദേ, നിന്റെ ഭാര്യയായിട്ട് എല്ലാ അവകാശങ്ങളും നൽകി കുടുംബം അംഗീകരിച്ചത് ദേ ഇവളെയാ. ഇവളെയും കാർത്തിക രണ്ട് തട്ടത്തിൽ വെച്ച് തൂക്കിയാ തങ്കത്തിന്റെ പൊലിമയോടെ ഈ കാർത്തിക തന്നെയാവും നിൽക്കുന്നത്. ഇവളെ ഈ വീടിന്റെ പടി കടക്കാൻ അനുവദിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.